അങ്ങനെ നമ്മളുടെ സംസ്ഥാനം കാത്തിരുന്ന ഏറ്റവും വലിയ ഒരു ജനക്ഷേമ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണിത്. വീട്ടമ്മ പെൻഷൻ എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷ വയ്ക്കാം. റേഷൻ കാർഡ് ഉള്ളവർക്കാണ് 1000 രൂപ വീതം ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ മുൻഗണന റേഷൻ കാർഡ് ആയിരിക്കണം നമ്മളുടേത്. അതായത് BPL വിഭാഗത്തിലെയോ അല്ലെങ്കിൽ AAY എന്നറിയപ്പെടുന്ന റേഷൻ കാർഡിലോ ഉൾപ്പെട്ടവരായിരിക്കണം അപേക്ഷ വയ്ക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ആനുകൂല്യം ലഭിക്കുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് പരിശോധിക്കുക, ഓക്കെ ആണോ എന്ന് നോക്കുക. അതിന് ആധാർ വെബ്സൈറ്റിൽ സംവിധാനങ്ങളുണ്ട്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടൊക്കെ ആക്റ്റീവാക്കി വെക്കുന്നതിന് വേണ്ടിയും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷകൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞു. നമ്മളുടെ വീടുകളിൽ ഇരുന്ന് അപേക്ഷ വയ്ക്കാം. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അക്ഷയ കേന്ദ്രങ്ങളിൽ, കോമൺ സർവീസ് സെൻ്ററുകളിൽ, മറ്റ് ജനസേവാ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് ബന്ധപ്പെട്ട രേഖകളുമായിട്ട് എത്തിച്ചേർന്നാൽ മതിയാകും. അതായത് നമുക്ക് ഇതിലേക്ക് അപേക്ഷ വയ്ക്കണമെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത്. ഇനി ഈ പ്രായപരിധിയിൽ ഉൾപ്പെടാത്തവരാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നതല്ല. അതായത് 60 വയസ്സ് എത്തിയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രായപരിധി പിന്നിടുന്നതോടെ ആനുകൂല്യം നീക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ആനുകൂല്യത്തിലേക്ക് അപേക്ഷ വയ്ക്കുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷനോ അല്ലെങ്കിൽ വിധവാ പെൻഷനോ അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യമോ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ EPF പോലുള്ള ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവരാകരുത്. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ താൽക്കാലിക നിയമനം ലഭിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൺട്രോളിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ആകാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പാലിക്കുന്നവർക്കാണ് അപേക്ഷ വയ്ക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഈ പദ്ധതിയിൽ അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 18% പിഴ ഉൾപ്പെടെ ഈടാക്കിയായിരിക്കും നമ്മളുടെ ലഭിച്ചിട്ടുള്ള തുക സർക്കാർ തിരികെ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കർശന നിയമ നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവരും അപേക്ഷ വയ്ക്കുക. ഇനി BPL AAY റേഷൻ കാർഡിൽ ഉൾപ്പെട്ട നിശ്ചിത പ്രായപരിധിയിലുള്ളവർ അപേക്ഷ വയ്ക്കുമ്പോൾ വയസ്സ് തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം. അത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, SLC ബുക്കിൻ്റെ പകർപ്പ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകൾ, ഇനി പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണിക്കുന്നതാണ്. ഇനി ഇത്തരം ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഇല്ല എങ്കിൽ നമ്മളുടെ അടുത്തുള്ള മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന, അതായത് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി നൽകുന്ന പ്രായപരിധിയൊക്കെ കൃത്യമായിട്ട് നിർണ്ണയിച്ച ശേഷം അവർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നൽകും. ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പരിഗണിക്കുന്നതാണ്. ഇനി ഇതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പ്, റേഷൻ കാർഡിൻ്റെ പകർപ്പ്, നമ്മളുടെ ഒരു ഫോട്ടോ, അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. ആക്റ്റീവായിട്ടുള്ള നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അക്കൗണ്ടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മൊബൈലിലേക്ക് ആധാർ അധിഷ്ഠിത OTP ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾക്കൊരു സാക്ഷ്യപത്രം ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേരുമ്പോൾ നൽകും. അത് വാങ്ങി വായിച്ച് മനസ്സിലാക്കിയ ശേഷം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.